ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ ഈ പിശാചിനെയും ഭൂതത്തിനെയൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? കണ്ണുകൊണ്ട് കാണാനും കാതുകൊണ്ട് കേൾക്കാനും പറ്റാത്ത ഒന്നിനെ ഞങ്ങൾ എന്തിനാണ് വിശ്വസിക്കുന്നത് എന്നാണോ? അങ്ങനെയെങ്കിൽ പിശാചിനെ കണ്ടവരുണ്ട്, നിങ്ങൾക്കും കാണാൻ പറ്റും. വിയന്നയിലെ കുൻസ്തി സ്റ്റോറീഷ്യസ് മ്യൂസിയത്തിൽ ഒരു വസ്തുവുണ്ട്. അതേക്കുറിച്ച് അധികം ആരും ചർച്ച ചെയ്യാറില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ പോലും പലർക്കും ഭയമാണ്. അതൊരു പിശാചാണ്. നമ്മൾ കണ്ട് ശീലിച്ചതുപോലെ ഒരു പുസ്തകത്തിലെ ചിത്രമോ അല്ലെങ്കിൽ ഒരു ശില്പമോ അല്ല. അത് ഒരു ചില്ലുകട്ടയിൽ, ഒരു ഗ്ലാസ് പ്രിസത്തിൽ അകപ്പെട്ടുപോയ ഒരു പിശാചാണ്. ട്യൂഫൽ ഇം ഗ്ലാസ്, അങ്ങനെയാണ് ആ വസ്തു ജർമ്മൻ ഭാഷയിൽ അറിയപ്പെടുന്നത്. ചില്ലിലകപ്പെട്ട പിശാച് എന്നാണ് അതിൻ്റെ അർത്ഥം. കാലങ്ങൾക്ക് മുമ്പേ നടന്ന ഒരു എക്സോസിസത്തിൻ്റെ ഭാഗമാണ് ഈ പിശാച് എന്നാണ് പറയപ്പെടുന്നത്. ഒരു പ്രാണി ഉറച്ചുപോയ ഗ്ലാസ്സിൽ അകപ്പെട്ടതുപോലെ ആ ചില്ല് കഷ്ണത്തിനുള്ളിൽ ആരോ ബന്ധിച്ച ആ പിശാച് പലരുടെയും പേടി സ്വപ്നമാണ്. ഒന്ന് അനക്കുക പോലും ചെയ്യാതെ ആ ചില്ല് കഷ്ണം സൂക്ഷിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് വീണുടഞ്ഞാൽ പൂർവാധികം ശക്തിയോടെ ആ പിശാച് വരുമെന്നും അത് ലോകത്തെ തന്നെ ഇല്ലാതാക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഏതാണ്ട് 6 സെൻറ്റിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരു കുഞ്ഞ് മനുഷ്യരൂപം എന്നല്ല, മനുഷ്യനോട് സാമ്യം തോന്നുന്ന ഒരു പിശാചിൻ്റെ രൂപം എന്നാണ് പലരും പറയുന്നത്. ഇത് ഈ ചില്ലിനകത്തായത്, ഈ ഒരു ഗ്ലാസ് പ്രിസത്തിനകത്തായത് ഏതാണ്ട് 1600-കളിലാണ് എന്നാണ് പറയപ്പെടുന്നത്. കുൻസ്കാമർ 6211, അങ്ങനെയാണ് ഇതിൻ്റെ സീരിയൽ നമ്പർ പറയുന്നത്. ഈ കുൻസ്കാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജർമ്മൻ വാക്കാണ്. അതിൻ്റെ അർത്ഥം ക്യാബിനറ്റ് ഓഫ് ക്യൂരിയോസിറ്റീസ് എന്നാണ്. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു വസ്തു ആളുകളെ ഇത്രത്തോളം ക്യൂറിയസ് ആക്കുന്നത്? പൊതുവെ ആളുകൾ വിശ്വസിച്ചു പോരുന്നൊരു കാര്യം, ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു പിശാചിനെ ഈ ഒരു ഗ്ലാസ് പ്രിസത്തിനുള്ളിലേക്ക് ആവാഹിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അത് ആ ചില്ല് പൊട്ടിച്ച് പുറത്തു വരുമെന്നും അവർ വിശ്വസിക്കുന്നു. അങ്ങനെ വന്നാൽ അത് നമ്മെ എപ്രകാരമായിരിക്കും ബാധിക്കുക? എന്നാൽ ഈ ഒരു റിസർച്ചിൻ്റെ ഭാഗമായി അറിഞ്ഞ മറ്റൊരു കാര്യം അതെന്നെ കുറച്ചുകൂടി ഭയപ്പെടുത്തി, അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തി. അതായത് 500 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു പിശാചിനെ ഈ ഒരു ഗ്ലാസ് പ്രിസത്തിലേക്ക് ആവാഹിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ്. കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവ്.